എത്ര കേസുകളാണ്, എത്ര സ്റ്റുഡൻസ് ആണ് ജോയിൻ ചെയ്തിട്ട് ഓരോ കോഴ്സിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ആവുന്നത്. അവർക്ക് സൂട്ടബിൾ അല്ല എന്ന് അവർക്ക് ബോധ്യം വരുന്നത് കുറച്ചങ്ങ് ഓടിയതിന് ശേഷമാണ്, കുറേ കാലം കഴിഞ്ഞതിന് ശേഷം. എന്തൊക്കെ നഷ്ടങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാകുന്നതെന്നറിയോ? ശരിക്കും +2 കഴിഞ്ഞ കുട്ടികളൊക്കെ വളരെ കൺഫ്യൂഷനിലാണ്. കാരണം അവർക്ക് ഏത് ചോയ്സാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വലിയ പ്രശ്നമാണ്. ഒരുപാട് പരസ്യങ്ങളുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് കോളുകൾ അവർക്ക് വരുന്നുണ്ട്. പക്ഷേ ഏതിൻ്റെ പുറകെ പോകണമെന്നുള്ളത് അവർ സ്റ്റിൽ ഡൗട്ടാണ്. ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്താം, അവരുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കാം. പക്ഷെ ഇതൊന്നും അവർ നോക്കാതെ ഒരു കോള് വരുമ്പോൾ അതിൻ്റെ പുറകാലെ അങ്ങ് പോയി പോവാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പരസ്യങ്ങളെ. താങ്ക് യു. സർ, ഷുഗർ ആഡ് ചെയ്യട്ടെ? പ്ലീസ്. പരസ്യങ്ങളുടെ അതിപ്രസരം എന്തൊക്കെ തരത്തിലുള്ള പരസ്യങ്ങളാണ് വരുന്നത് അറിയോ? സത്യം പറഞ്ഞാൽ രക്ഷിതാക്കൾ ഇങ്ങനെ കൺഫ്യൂഷൻ ആവുന്ന തരത്തിലുള്ള പരസ്യങ്ങളാണ്. സ്റ്റുഡൻസും കൺഫ്യൂസ്ഡ് ആണ്, അതുപോലെ തന്നെ പാരൻസും കൺഫ്യൂസ്ഡ് ആണ്. ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ? എക്സ്ക്യൂസ് മീ സർ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? യെസ് പ്ലീസ്. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഞങ്ങളുടെ കഫേയിലുണ്ട്. ഈ കരിയർ വിഷയത്തിൽ കഫേയിൽ എന്ത് സൊല്യൂഷൻ? ഞാൻ ഞങ്ങളുടെ മാഡത്തിനെ ഒന്ന് വിളിച്ചോട്ടെ? +2 കഴിഞ്ഞ് ഏത് കോഴ്സ് എടുക്കണമെന്നോ ഏത് കോളേജ് ചൂസ് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങളല്ലേ? യെസ്, അതിനുള്ള സൊല്യൂഷൻ കെഫ്ഡയിലുണ്ട്. നിങ്ങളുടെ സ്കില്ലും പാഷനും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ കോളേജും കോഴ്സും സെലക്ട് ചെയ്യാൻ കെഫ്ഡെ നിങ്ങളെ സഹായിക്കുന്നു, അതും ഒരു കോഫി കുടിച്ചുകൊണ്ട്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ദിസ് നമ്പർ.